ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ CPU ഷെഡ്യൂളിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെഡി ക്യൂവിൽ എത്തുന്ന പ്രോസസ്സുകൾ എപ്പോൾ എങ്ങനെ ഏത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് CPU ഷെഡ്യൂളിംഗ് ആയിരിക്കും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് അൽഗരിതംസ് ഉണ്ട്. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദാറ്റ്, കുറച്ച് കീ ടെർമിനോളജീസ് ഈ അൽഗോരിതംസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറൈവൽ ടൈം. അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ റെഡി ക്യൂവിൽ പ്രോസസ്സ് എത്തുന്ന സമയത്തെയാണ് അറൈവൽ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് കംപ്ലീഷൻ ടൈം, പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയം. ദെൻ തേർഡ് വൺ ബേഴ്സ്റ്റ് ടൈം, എത്രത്തോളം എക്സിക്യൂഷൻ ടൈം പ്രോസസ്സിന് വേണം എന്നുള്ളതാണ് ബേഴ്സ്റ്റ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടേൺ അറൗണ്ട് ടൈം ഓർ TAT. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ the total time taken for completion of the process. പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ടോട്ടൽ ടൈമിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. ടേൺ അറൗണ്ട് ടൈം ഓർ TAT ഈസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. ഓക്കെ, ദെൻ ദർ ഈസ് വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ്റ്റ് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ CT മൈനസ് AT ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് CT മൈനസ് AT മൈനസ് BT. ഓക്കെ, ദെൻ ദർ ഈസ് റെസ്പോൺസ് ടൈം. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഫസ്റ്റ് റെസ്പോൺസ് മൈനസ് അറൈവൽ ടൈം. നോൺ പ്രീഎംറ്റീവ് ഷെഡ്യൂളിംഗ് പ്രീഎംറ്റീവ് ആവാം, നോൺ പ്രീഎംറ്റീവ് ആവാം. അത് നമ്മൾ പ്രോസസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ സപ്പോസ് നമ്മുടെ ഷെഡ്യൂളിംഗ് നോൺ പ്രീഎംറ്റീവ് ആണെങ്കിൽ റെസ്പോൺസ് ടൈമും വെയിറ്റിംഗ് ടൈമും സെയിം ആയിരിക്കും, നോൺ പ്രീഎംറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. നമുക്കിനി ഷെഡ്യൂളിംഗ് അൽഗരിതംസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം, ഓരോ പ്രോബ്ലവും ചെയ്തു പോവാം. സി, ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, FCFS. ഓക്കെ, ആദ്യം വരുന്നതിനെ ആയിരിക്കും ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ FCFS എന്ന് പറയുന്നത് ഒരു നോൺ പ്രീഎംറ്റീവ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ഫോഴ്സ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് ചെയ്യില്ല, എടുത്ത് മാറ്റൂല. ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം തന്നെ FCFS ആണ് നമ്മുടെ ഷെഡ്യൂളിംഗ് അൽഗരിതം എങ്കിൽ അൽഗരിതം പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക അറൈവൽ ടൈമിൻ്റെ ബേസിസിലായിരിക്കും. ഓക്കെ, സോ വരുന്നതിനനുസരിച്ചായിരിക്കും പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ P1 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അറ്റ് 0 ഇറ്റ് അറൈവ്സ് അല്ലേ. അറൈവൽ ടൈം 0 ആണ്, P1 വന്നു. P1ൻ്റെ ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 5 ആണ്. 5 യൂണിറ്റ്സ് ഓഫ് ടൈം, അതായത് 5 ആവുന്നത് വരെ P1 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് ആരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, P2 വന്നിട്ടുണ്ട്. 3 യൂണിറ്റ് ഓഫ് ടൈമിൽ P2 വന്നിട്ടുണ്ട്, 5 യൂണിറ്റ് ഓഫ് ടൈമിൽ P3 വന്നിട്ടുണ്ട്. സോ P2 ആയിരിക്കും നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതും ബേഴ്സ്റ്റ് ടൈം എത്രയാണ് വരുന്നത്, 3 യൂണിറ്റ്സ് ഓഫ് ടൈം. സോ 5 + 3 എന്ന് പറയുമ്പോൾ 8 യൂണിറ്റ്സ് ഓഫ് ടൈം P2 എക്സിക്യൂട്ട് ചെയ്യും. 8 യൂണിറ്റ് ഓഫ് ടൈം ആകുമ്പോഴേക്കും ആരൊക്കെ റെഡി ക്യൂവിൽ വന്ന് കിടക്കും, P4 വന്ന് കിടക്കും, അതുപോലെ P5ഉം വന്ന് കിടക്കും അല്ലേ. അപ്പോൾ നമ്മുടെ റെഡി ക്യൂ എന്ന് പറയുന്ന P1 ആദ്യം, P2, P3, ദെൻ P4, P5. P1ൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോൾ P2ഉം P3 എത്തിയിട്ടുണ്ടായിരിക്കും. P2ൻ്റെ എക്സിക്യൂഷൻ കഴിയുമ്പോഴേക്കാണ് P4ഉം P5 എത്തിയിട്ടുണ്ടായിരിക്കുക. സോ നമ്മുടെ റെഡി ക്യൂവിനകത്ത് കറൻ്റ്ലി ഇനി ആരാണ് കിടക്കുന്നത്, P3 ആണ് കിടക്കുന്നത്. P3യുടെ ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ്. സോ 2 യൂണിറ്റ്സ് ഓഫ് ടൈം P3 എക്സിക്യൂട്ട് ചെയ്യും. സോ 8 + 2 = 10 യൂണിറ്റ്സ് ഓഫ് ടൈം വരെ P3 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് കംപ്ലീറ്റ് ആവും. ദെൻ P4 ആണ് കിടക്കുന്നത്. P4ന് 7 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് എക്സിക്യൂഷൻ ടൈം വരുന്നത്. സോ 7 യൂണിറ്റ്സ് ഓഫ് ടൈം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P4 കംപ്ലീറ്റ് ആവും. ദെൻ 10 യൂണിറ്റ്സ് ഓഫ് ടൈം P5 ആണ് വരുന്നത്. സോ P5 will execute for 10 units of time, then it will complete. ഇനി
ഇത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീഷൻ ടൈം എഴുതാൻ പറ്റും ഓരോ പ്രോസസ്സിൻ്റെയും. P1 എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ഓഫ് ടൈമിലല്ലേ കംപ്ലീറ്റ് ആവുന്നത്, ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയി അല്ലേ. ദെൻ P2 എന്ന് കംപ്ലീറ്റ് ആവുന്നത് 8 യൂണിറ്റ്സ് ഓഫ് ടൈമിലാണ്. P3 എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ഓഫ് ടൈമിലാണ്. P4 എന്ന് പറയുന്നത് 17 യൂണിറ്റ്സ് ഓഫ് ടൈമിൽ കഴിയും. ദെൻ 27 യൂണിറ്റ് ഓഫ് ടൈമിൽ P5 കഴിയും അല്ലേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ടേൺ അറൗണ്ട് ടൈം എഴുതിക്കൂടെ. ടേൺ അറൗണ്ട് ടൈം ഇസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം അല്ലേ. സോ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം 5, 8 മൈനസ് 3 എന്ന് പറയുമ്പോൾ അഗെയിൻ 5, ദെൻ 10 മൈനസ് 5 അഗെയിൻ 5, 17 മൈനസ് 6 11, 27 മൈനസ് 8 19 അല്ലേ. ഇനി ഇതിൽ നിന്ന് നമുക്ക് വെയിറ്റിംഗ് ടൈം കണ്ടുകൂടെ. വെയിറ്റിംഗ് ടൈം ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം അല്ലേ. ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം ആണ് വെയിറ്റിംഗ് ടൈം. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം P1ൻ്റെ കേസിൽ എത്ര വരും നമുക്ക്, 5 മൈനസ് 5 ഇസ് ഈക്വൽ ടു 0, ദെൻ 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 2, 5 മൈനസ് 2 ഇസ് ഈക്വൽ ടു 3, 11 മൈനസ് 6 ഇസ് ഈക്വൽ ടു 5, 19 മൈനസ് 10 ഇസ് ഈക്വൽ ടു 9. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ ആവറേജ് ടേൺ അറൗണ്ട് ടൈമോ അല്ലെങ്കിൽ ആവറേജ് വെയിറ്റിംഗ് ടൈമോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദാറ്റ് അക്കോർഡിംഗ്ലി. വേറൊന്നുമില്ല, ടേൺ അറൗണ്ട് ടൈമിൻ്റെ ആവറേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സസ് ചെയ്താൽ മതിയാവും. സിമിലർലി വെയിറ്റിംഗ് ടൈമും നമുക്ക് ചെയ്യാവുന്നതാണ്, ആവറേജ് കാണാവുന്നതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ FCFS വെച്ച് തന്നെ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് വെച്ച് തന്നെ 0 യൂണിറ്റ് ഓഫ് ടൈമിൽ ഒരു പ്രോസസ്സും വരുന്നില്ല. ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ടൈമിൽ ആരാണ് വരുന്നത്, എൻ്റെ റെഡി ക്യൂ ഞാൻ ഒപ്പം എഴുതി പോവാണേ. ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ടൈമിലാണ് ആര് വന്നത്, P4 വന്നത് അല്ലേ. P4 വന്നു. P4 1 യൂണിറ്റ് ഓഫ് ടൈമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അറ്റ് 2 P4 വിൽ കംപ്ലീറ്റ് ഇറ്റ്സ് എക്സിക്യൂഷൻ. 2 ആവുമ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഉണ്ട്. ആരാണ്, P3 വന്നിട്ടുണ്ട്. സോ P4ൻ്റെ കഴിഞ്ഞു, P3 വന്ന് കിടപ്പുണ്ട്. P3ക്ക് 3 യൂണിറ്റ് ഓഫ് ടൈമാണ് ബേഴ്സ് ടൈം വരുന്നത്. സോ 3 യൂണിറ്റ് ഓഫ് ടൈം ബേഴ്സ് ടൈം എക്സിക്യൂഷൻ നടക്കുകയാണ് P3യുടെ. സോ 5ൽ P3 കംപ്ലീറ്റ് ആവും. P3 കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം 3 യൂണിറ്റ് ആണ്. 5ലാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ 3 ആവുമ്പോൾ P5 വരുന്നുണ്ട്. ദെൻ 4 ആവുമ്പോൾ P2 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 2 പ്രോസസ്സുകളും ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതിയിട്ടുണ്ട്, റെഡി ക്യൂവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ P5 ആണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് 2 യൂണിറ്റ്സ് ഓഫ് ടൈം ആസ് ബേഴ്സ് ടൈം. സോ P5 എന്ന് പറയുന്നത് ഫിനിഷ് ചെയ്യുന്നത് 7ലായിരിക്കും അല്ലേ. ഇനി 7 ആവുമ്പോഴേക്ക് വേറെ ഏതെങ്കിലും പ്രോസസ്സ് വന്നിട്ടുണ്ടോ, ഓഫ് കോഴ്സ് യെസ്. P1 6ൽ വന്നിട്ടുണ്ട്. സോ റെഡി ക്യൂവിൽ ഞാൻ P1 കൊണ്ടിടുവാണ്. ദെൻ 7ൽ P6ഉം വന്നിട്ടുണ്ട്. സോ P6 ഓൾസോ ഐ റൈറ്റ് ഹിയർ. ഇനി ആരാണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ കിടക്കുന്നത്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് അല്ല, P2 ആണ് കിടക്കുന്നത്. സോ P2ൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 4 ആണ്. സോ ഇറ്റ് ടേക്സ് 4 യൂണിറ്റ്സ് ഓഫ് ടൈം ടു എക്സിക്യൂട്ട്. സോ 11 അല്ലേ. ആരാ, P2. ഇനി ആരാണ്, P1 ആണ്. P1ന് 5 യൂണിറ്റ് ടൈം വേണം. സോ 16ൽ P1ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവും. ദെൻ P6 ആണ് ബാക്കിയുള്ളത്. ചങ്ങാതിക്ക് എത്ര സമയം വേണം, 6 യൂണിറ്റ്സ് ഓഫ് ടൈമാണ് എക്സിക്യൂഷൻ ടൈം വരുന്നത്. സോ 22ൽ P6ൻ്റെതും കംപ്ലീറ്റ് ആവും. ഈ 0 to 1 വരെയുള്ള സമയത്ത് ആക്ച്വലി ഐഡിലാണ് കേട്ടോ പ്രോസസ്സർ. ഓക്കെ. സോ ഇതിൽ നിന്ന് നമുക്കിനി കംപ്ലീഷൻ ടൈം എടുത്തെഴുതാം. P1ൻ്റെത് എന്ന് പറയുമ്പോൾ 16 ആണ്. P2 കണ്ടോ ഇവിടെ 16 ആണ്. 16ലാണ് P1 കഴിയുന്നത്. ദെൻ ഞാൻ ഈ തന്നിട്ടുള്ള ഓർഡറിൽ അങ്ങനെ തന്നെ എടുത്തെഴുതാണ്. P4 2ൽ കഴിഞ്ഞു, P3 5ൽ കഴിഞ്ഞു, P5 7ൽ കഴിഞ്ഞു, P2 11ൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് P6 22ൽ കഴിഞ്ഞു. ഇനി ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുമ്പോൾ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. സോ 16 മൈനസ്
6 is equal to 10. 11 minus 4 is equal to 7. 5 minus 2 is equal to 3. 2 minus 1 is equal to 1. 7 minus 3 is equal to 4. Then 22 minus 7 is equal to 15. Average turnaround കാണണമെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് സം ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സസ് വിച്ച് ഈസ് 6 ചെയ്താൽ മതിയാവും. ഇനി വെയിറ്റിംഗ് ടൈം കണ്ട് നോക്കാം നമുക്ക്. വെയിറ്റിംഗ് ടൈം ഇസ് ഈക്വൽ ടു ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേർസ്റ്റ് ടൈം. ഓക്കെ, സോ 10 minus 5 is equal to 5. 7 minus 4 is equal to 3. 3 minus 3 is equal to 0. 1 minus 1 is equal to 0. 4 minus 2 is equal to 2. 15 minus 6 is equal to 9. ഓക്കെ, ഇതിൽ നമുക്ക് വേണമെങ്കിൽ ആവറേജ് വെയിറ്റിംഗ് ടൈം കാണാം. നൗ നെക്സ്റ്റ് പ്രോബ്ലം FCFS എന്ന് തന്നെയുള്ള മറ്റൊരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. സോ 0th യൂണിറ്റ് ഓഫ് ടൈമിൽ ഒരു പ്രോസസ്സും വന്നിട്ടില്ല. ഫസ്റ്റ് പ്രോസസ്സ് വരുന്നത് 4th യൂണിറ്റ് ഓഫ് ടൈമിലാണ്. ഓക്കെ, സോ അതുവരെ CPU ഐഡിലായിരിക്കും. അറ്റ് 4 എനിക്ക് P1 റീച്ച് ചെയ്തു. P1ന് 2 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് വേണ്ടത്. സോ 5, 6 ആകുമ്പോഴേക്ക് P1ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. 6 ആകുമ്പോഴേക്ക് വേറെ പ്രോസസ്സുകളൊന്നും വന്നിട്ടില്ല. 6 to 10 വരെ ദെൻ പ്രോസസ്സർ ഐഡിലായിരിക്കും. അറ്റ് 10 P2 arrives which requires only 1 unit of time of execution. So 11ൽ P2 complete ആയി. Then 11 to 15 again idle. Then 15ൽ P3 വരും, 2 unit of time. So 17 P3 കഴിഞ്ഞു. Then 17 to 20 system is idle. Then 20ൽ ആരാണ് വന്നിട്ടുള്ളത്? P4 വരും, 3 units of time വേണം. So 23 അതിൽ P4 എക്സിക്യൂട്ട് ആവും. Then 23 കഴിഞ്ഞ് 28 വരെ again processor will be idle. 28ൽ P5 വരും. P5ന് 8 units of time വേണം. So 36 വരെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് P5. At 36 it will finish its execution. So completion time എടുത്ത് എഴുതാം. P1 6, P2 11, P3 17, P4 23, P5 36. ഇനി ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുമ്പോൾ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. 6 minus 4 2, 11 minus 10 1, 17 minus 15 2, 23 minus 23, 36 minus 28 8. ഇവിടെ ബേസ്റ്റ് ടൈമും ടേൺ അറൗണ്ട് ടൈമും സെയിം ആണ് അല്ലേ? സോ നമുക്ക് വെയിറ്റിംഗ് ടൈം എല്ലാത്തിൻ്റെയും 0 ആണ് വരിക. ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ് വെയിറ്റ് ടൈം. സോ വെയിറ്റിംഗ് ടൈം എല്ലാത്തിനും 0 ആണ്. ഒന്നിനു പോലും വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഓർ SJF. ഈ SJF തന്നെ പ്രീഎംപ്റ്റീവ് വേർഷനും ഉണ്ട്, അതുപോലെ തന്നെ നോൺ പ്രീഎംപ്റ്റീവ് വേർഷനും ഉണ്ട്. പ്രീഎംപ്റ്റീവ് വേർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോഴ്സ്ഫുള്ളി പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അതിനെ മാറ്റി പുതിയൊരു പ്രോസസ്സിനെ വേണമെങ്കിൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പ്രീഎംപ്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ അതാണ് നോൺ പ്രീഎംപ്റ്റീവ്. അതായത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് മെന്റ് ബൈ നോൺ പ്രീഎംപ്റ്റീവ്. ഓക്കെ, അപ്പോൾ ഈ SJF പ്രീഎംപ്റ്റീവ് ആവാം, നോൺ പ്രീഎംപ്റ്റീവ് ആവാം. അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ SJF പ്രീഎംപ്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരിക്കും SRTF, അതായത് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. SJFന്റെ പ്രീഎംപ്റ്റീവ് വേർഷൻ പറയുന്ന മറ്റൊരു പേരാണ് SRTF, ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. ഓക്കെ, ചുമ്മാ SJF എന്ന് മാത്രമാണ് തരുന്നത് എങ്കിൽ അത് നോൺ പ്രീഎംപ്റ്റീവ് ആണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഈ ഒരു ടെർമിനോളജി തന്നെ എന്താണ്? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ജോബ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം. ഒരു ജോബ് ഷോർട്ടസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക?
അതിൻ്റെ ബേഴ്സ് ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുക. സോ ബേഴ്സ് ടൈമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഷെഡ്യൂളിങ് ചെയ്യുന്നതാണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിനകത്ത് എങ്ങനെയാണ് ഷെഡ്യൂളിംഗ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നെ എൻ്റെ ബേഴ്സ് ടൈമും അതുപോലെ തന്നെ എൻ്റെ റെഡി ക്യൂവും എനിക്ക് എടുത്തെഴുതണം. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഗ്യാൻ ചാർട്ടും വരയ്ക്കും. ഗ്യാൻ ചാർട്ട് നേരത്തെ തന്നെ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ചെയ്തിരുന്നു. നമ്മൾ ടൈം യൂണിറ്റ് ഓരോ പ്രോസസ്സിൻ്റെയും എക്സിക്യൂഷനും മറ്റും ഡിനോട്ട് ചെയ്തുകൊണ്ട് ഒരു കൈൻഡ് ഓഫ് ചാർട്ടാണിത്. അതിനെയാണ് നമ്മൾ ഗ്യാൻ ചാർട്ട് എന്ന് പറയുന്നത്. നേരത്തെ അത് പറയാനായിട്ട് വിട്ടുപോയിരുന്നു. ഐ ഹോപ്പ് യു നോട്ട് ദിസ് നൗ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ അറ്റ് 0th യൂണിറ്റ് ഓഫ് ടൈം എനിക്കൊരു പ്രോസസ്സ് വരുന്നുണ്ട് P1. അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 5 ആണ്. എൻ്റെ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് SJF ആണ്. വേറെ ഒന്നും തന്നിട്ടില്ല, പ്രിയംപ്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടില്ല. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ നോൺ പ്രിയംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഗ്യാൻ ചാർട്ടിൽ അറ്റ് 0th യൂണിറ്റ് ഓഫ് ടൈം ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. ഏത് പ്രോസസ്സ്? P1ൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. നോൺ പ്രിയംപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ അത് 5 വരെ എക്സിക്യൂട്ട് ചെയ്ത് അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇനി 5 വരെയുള്ള ടൈമിനിടയ്ക്ക് മറ്റേതൊക്കെ പ്രോസസ്സുകളാണ് വരുന്നതെന്ന് നോക്കൂ. ആദ്യം തന്നെ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ടൈം P2 വരുന്നുണ്ട്. അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് P3 വരുന്നുണ്ട്. 2-ൽ P3 വരുന്നുണ്ട്. അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 6 ആണ്. ദെൻ 3-ൽ P4 വരുന്നുണ്ട്. അതിൻ്റെ ബേഴ്സ് ടൈം 2 ആണ്. ദെൻ 5-ലാണ് ഒരെണ്ണം വരുന്നത് വിച്ച് ഇസ് P5. അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 4 ആണ്. ഇനിയാണ് ബേഴ്സ് ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള ഷെഡ്യൂളിംഗ് നടക്കുന്നത്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ ഷോർട്ടസ്റ്റ് ബേഴ്സ് ടൈം വരുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക? എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഇതിനകത്ത് ഏതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ബേഴ്സ് ടൈം വരുന്നത്? P4 അല്ലേ? സോ P4 വിൽ ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ്. സോ 7 വരെ P4 എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, 6 ആവുമ്പോൾ വേറൊരു പ്രോസസ്സ് വരുന്നുണ്ട്. അത് നമ്മൾ പാരലലി റെഡി ക്യൂവിനകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ P6 വിൽ ബി added to the ready queue at 6th unit of time which is having a burst time of 2. ഇനി നോക്കൂ, ഇനിയിപ്പോൾ പെൻഡിങ് ആയിട്ടുള്ള പ്രോസസ്സുകൾ P2, P3, P5, P6 ആണ്. അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറയുന്നത് P6 അല്ലേ? സോ P6 വിൽ ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. അപ്പോൾ 9 ആവുമ്പോൾ P6ൻ്റെ എക്സിക്യൂഷൻ കഴിയും. ഇനി റിമൈനിങ് ഉള്ളത് P2, P3, P5. P2ഉം P5ഉം ആണ് ഈ ഷോർട്ടസ്റ്റ് ജോബ്സ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ബേഴ്സ് ടൈംസ് വരുന്നത് 4 and 4 റെസ്പെക്റ്റീവ്ലി. സെയിം ബേഴ്സ് ടൈം വരികയാണെങ്കിൽ ഏത് പ്രോസസ്സാണ് ഫസ്റ്റ് നമ്മുടെ റെഡി ക്യൂവിൽ വന്നത് എങ്കിൽ അതായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക വിച്ച് ഇസ് P2 ഇൻ അവർ കേസ്. സോ P2 എക്സിക്യൂട്ട് ചെയ്യും. അതിന് 4 ആണ് ബേഴ്സ് ടൈം വരുന്നത്. സോ 9 + 4 എന്ന് പറയുമ്പോൾ 13 വരെ P2ന് എക്സിക്യൂഷൻ ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ P2 വിൽ ബി കംപ്ലീറ്റഡ്. നെക്സ്റ്റ് P5 വിൽ ബി ടേക്കൺ ഫോർ എക്സിക്യൂഷൻ. P5 എക്സിക്യൂട്ട് ചെയ്യും. 4 യൂണിറ്റ് ഓഫ് ടൈം ആണ് വരുന്നത്. സോ 17-ൽ P5ഉം കംപ്ലീറ്റ് ആവും. ഇനി ആകെ റിമൈനിങ് ആയിട്ടുള്ളത് P3 മാത്രമാണ്. 6 യൂണിറ്റ്സ് ഓഫ് ടൈം. സോ 23 വരെ ആര് എക്സിക്യൂട്ട് ചെയ്യും? P3 എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് നേരത്തെ പോലെ കംപ്ലീഷൻ ടൈമും കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ കംപ്ലീഷൻ ടൈം ഞാനിവിടെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ടാണ് റീഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസിലി. ഫസ്റ്റ് P3 ആണ് കഴിയുന്നത്. ലാസ്റ്റ് P3 ആണ് കഴിഞ്ഞിട്ടുള്ളത്. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. 23-ലാണ് കംപ്ലീഷൻ ടൈം. ദെൻ P5 17-ൽ കഴിഞ്ഞു. ദെൻ P2 13-ൽ കഴിഞ്ഞു. P6 9-ൽ കഴിഞ്ഞു. ദെൻ P4 7-ൽ കഴിഞ്ഞു. P1 5-ൽ കഴിഞ്ഞു. ഇനി ടേൺ അറൗണ്ട് ടൈം കാണാമല്ലോ നമുക്ക്. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം അല്ലേ? 5 - 0 5. 13 - 1 എന്ന് പറയുമ്പോൾ 12. 23 - 2 21. 7 - 3 4. 17 - 5 12. 9 - 6 3. ഇനി ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ. വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം ആണ് വരുന്നത്.
which means 5 minus 5, 0, 12 minus 4, 8, 21 minus 6 എന്ന് പറയുമ്പോൾ എത്രയാണ് 15, 4 minus 2, 2, 12 minus 4, 8, 3 minus 2, 1. ഇനി ഇതിന്റെ ആവറേജ് ടേൺ അറൗണ്ട് ടൈമോ വെയിറ്റിംഗ് ടൈമോ ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ മൊത്തം സം എടുക്കുക. ഇപ്പോൾ ടേൺ അറൗണ്ട് ടൈമിന്റെ ആവറേജ് ആണ് കാണേണ്ടതെങ്കിൽ ഇതിന്റെ മൊത്തം സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതിയാവും. സിമിലർലി വെയിറ്റിംഗ് ടൈം മൊത്തം സം ചെയ്യുക, ദെൻ ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ മതിയാവും കേട്ടോ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം അൽഗോരിതം വെച്ച് തന്നെ, അതിനകത്ത് നമുക്ക് നേരത്തെ പോലെ തന്നെ ബേർസ്റ്റ് ടൈം, റെഡി ക്യൂ രണ്ടും വേണം. ഗ്യാൻ ചാർട്ട് ഞാനിവിടെ മുകളിലാണ് വരയ്ക്കുന്നത്. സോ അറ്റ് 0th പോയിന്റ് ഓഫ് ടൈം എനിക്ക് ആരാണ് വന്നിരിക്കുന്നത്, പ്രോസസ് 5 ആണ് വന്നിട്ടുള്ളത്. ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ P5 വിൽ ബി എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. 2 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് അതിൻ്റെ എക്സിക്യൂഷൻ വരിക. സോ P5ൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ 1 ആവുന്ന സമയത്ത് 2 പ്രോസസ്സുകൾ വരുന്നുണ്ട്. കണ്ടോ, P3 വരുന്നുണ്ട്, P4 വരുന്നുണ്ട്. P3യുടെ ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3ഉം P4ന്റെ 1ഉം ആണ്. പിന്നെ 2വിൽ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ റെഡി ക്യൂവിലുള്ള പ്രോസസ്സുകളിൽ ഷോർട്ടസ്റ്റ് ബേർസ്റ്റ് ടൈം ഉള്ള പ്രോസസ്സാണ് ഞാൻ ഇനി കൺസിഡർ ചെയ്യേണ്ടത്, വിച്ച് ഈസ് P4 ഹാവിങ് എ ബേർസ്റ്റ് ടൈം ഓഫ് 1. സോ P4 എക്സിക്യൂട്ട് ചെയ്തു, 1 യൂണിറ്റ് ഓഫ് ടൈം ആണ് വരുന്നത്. സോ 3യിൽ വെച്ച് P4ന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് 3 ആവുമ്പോഴേക്ക് ഒരു പ്രോസസ്സ് ഇവിടെ വരുന്നുണ്ട്, വിച്ച് ഇസ് P2 അല്ലേ. അതിന്റെ ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇപ്പൊ റെഡി ക്യൂവിലുള്ള പ്രോസസ്സുകളിൽ ഷോർട്ടസ്റ്റ് ജോബ് ഏതാണ്? P3 ആണ്. സോ P3 വിൽ ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. അതിന്റെ ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 ആണ്. സോ 6 വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. സോ P3 കഴിഞ്ഞു. 6 വരെയുള്ളതിൽ വേറെ ഏതൊക്കെ പ്രോസസ്സുകളാണ് വരുന്നത്? ഇത് നമ്മൾ നോക്കി, ഇത് നോക്കി, ഇത് നോക്കി. ദെൻ 4ൽ നമുക്ക് P6 വരുന്നുണ്ട്, ബേർസ്റ്റ് ടൈം എന്ന് പറയുന്നത് 6 ആണ്. ദെൻ P1 വരുന്നുണ്ട്, ബേർസ്റ്റ് ടൈം 5 ആണ്. ഓക്കെ, ഇപ്പൊ റെഡി ക്യൂവിലുള്ള പ്രോസസ്സുകളിൽ ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറയുന്നത് P2 ആണ്. സോ ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് നെക്സ്റ്റ്. 4 ആണ് അതിന്റെ ബേർസ്റ്റ് ടൈം. സോ 10ൽ വെച്ചിട്ട് അതിന്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവും. ദെൻ നെക്സ്റ്റ് P1 ആണ് വരുന്നത് ഷോർട്ടസ്റ്റ് ജോബായിട്ട്. സോ P1 എക്സിക്യൂട്ട് ചെയ്യും, 5 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് ബേർസ്റ്റ് ടൈം. P1ൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഫൈനലി P6 മാത്രമാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്, 6 യൂണിറ്റ്സ് ഓഫ് ടൈം. അപ്പോൾ 21ൽ അതും കംപ്ലീറ്റ് ആവും അല്ലേ. ഇനി ഞാൻ കംപ്ലീഷൻ ടൈം എഴുതുവാണ്. ഞാൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് റീഡ് ചെയ്യുന്നത്. സോ P6 21, P1 15ൽ കഴിഞ്ഞിട്ടുണ്ട്, P2 10ൽ കഴിഞ്ഞു, P3 6, P4 3, P5 2. ഓക്കെ, ഇനി ടേൺ അറൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്തൂടെ? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. സോ 10, 7, 5, 2, 2, 17. ഓക്കെ, ഇനി വെയിറ്റിംഗ് ടൈമോ? ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേർസ്റ്റ് ടൈം. സോ 5, 3, 2, 1, 0, 11. ഓക്കെ, നൗ നമുക്കൊരു പാരാമീറ്റർ കൂടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് റെസ്പോൺസ് ടൈം. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴാണോ ആ ടൈം മൈനസ് അറൈവൽ ടൈം ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓരോന്നിൻ്റെയും നോക്കാം. P5ൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ടൈം 0 ആണ്. സോ 0 മൈനസ് അറൈവൽ ടൈം എപ്പോഴാണ്? 0 ആണ് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് P4ൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ടൈം 2 ആണ്. 2 മൈനസ് അറൈവൽ ടൈം എപ്പോഴാണ്? 1. ദിസ് ഈസ് ഈക്വൽ ടു 1. നൗ P3യുടെ 3 ആണ് വരുന്നത്, മൈനസ് അറൈവൽ ടൈം 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 2. നൗ P2ൻ്റെ 6 ആണ് വരുന്നത്, 6 മൈനസ് അറൈവൽ ടൈം 3 is equal to 3. Now P1ൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് 10ലാണ് വരുന്നത്, മൈനസ് അറൈവൽ ടൈം 5. ദിസ് ഈസ് ഈക്വൽ ടു 5. ഇനി അടുത്തത് P6ൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് 15ലാണ് വരുന്നത്, മൈനസ് അറൈവൽ ടൈം 4 is equal to 11. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിനകത്തെ വെയിറ്റിംഗ് ടൈം ഫോർ ഈച്ച് പ്രോസസ് ഈസ് ഈക്വൽ ടു ദ റെസ്പോൺസ് ടൈം ഫോർ ഈച്ച് പ്രോസസ്. വെയിറ്റിംഗ് ടൈമും റെസ്പോൺസ് ടൈമും എല്ലാ പ്രോസസ്സുകളുടെയും സെയിം ആണ്. ഇവിടെ നമുക്കൊരു കാര്യം ഓർത്ത് വെക്കാനുള്ളത്,
നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിലെ റെസ്പോൺസ് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം ആർ ഓൾവേസ് ഈക്വൽ. ആ പോയിന്റ് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് SJFന്റെ പ്രീഎംപ്റ്റീവ് വേർഷൻ വിച്ച് ഇസ് നോൺ ആസ് SRTF. SRTF നമ്മൾ പറഞ്ഞു ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഫസ്റ്റ്. റിമൈനിങ് ടൈം ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ജോബ് ആയിരിക്കണം ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് മീനിങ്. റിമൈനിങ് ടൈം എന്ന് പറയുമ്പോൾ ബേഴ്സ് ടൈം തന്നെയാണ് ഇവിടെയും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. സോ ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ ബേഴ്സ് ടൈമും റെഡി ക്യൂ എടുത്ത് എഴുതുവാണേ. 0th യൂണിറ്റ് ഓഫ് ടൈമിൽ എനിക്ക് ആര് വന്നു? P1 വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ പ്രോസസ്സുകളൊന്നും വന്നിട്ടില്ല. സോ റെഡി ക്യൂവിൽ P1 കയറി. P1ൻ്റെ ബേഴ്സ് ടൈം 7 ആണ്. ഓക്കെ, അത് 1 യൂണിറ്റ് ഓഫ് ടൈം ഞാൻ എക്സിക്യൂട്ട് ചെയ്തേ. അതായത് 6 ആയി റിമൈനിങ് ബേഴ്സ് ടൈം എന്ന് പറയുന്നത്. 1ൽ എനിക്ക് P2 വന്നു. P2 വന്നപ്പോൾ അതിൻ്റെ ബേഴ്സ് ടൈം ഞാൻ നോക്കിയപ്പോൾ 5 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ദ ബേഴ്സ് ടൈം ഓഫ് P1. സോ ഐ വിൽ ബി എക്സിക്യൂട്ടിങ് P2 നൗ. P2 ഒരു യൂണിറ്റ് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത്. സോ റിമൈനിങ് ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 4 ആ. 4 യൂണിറ്റ് ഓഫ് ടൈമും കൂടെ എക്സിക്യൂട്ട് ചെയ്താൽ എൻ്റെ P2 കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ അപ്പോഴേക്കാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ P3 2ൽ കയറി വന്നിരിക്കുന്നത് കണ്ടത്. P3യുടെ ബേഴ്സ് ടൈം ആണെങ്കിൽ 3 ആണ് വരുന്നത്, വിച്ച് ഇസ് ലെസ് ദാൻ ഓൾ അതർ പ്രോസസ് പ്രസൻറ്റ് ഇൻ ദ റെഡി ക്യൂ അല്ലേ. സോ ഐ വിൽ ബി എക്സിക്യൂട്ടിങ് P3 നൗ. P3 ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു, റിമൈനിങ് 2. ഇനി തേർഡ് യൂണിറ്റ് ഓഫ് ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ P4 വന്നിരിക്കുന്നു. P4ൻ്റെ ബേഴ്സ് ടൈം 1 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ എനി അതർ പ്രോസസ്സസ് പ്രസൻറ്റ് ഇൻ ദ റെഡി ക്യൂ. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഞാൻ P4 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. P4 ഒരു യൂണിറ്റേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 4ൽ വെച്ചിട്ട് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, P4 കംപ്ലീറ്റ് ആകുമ്പോൾ 4ൽ ഒരാൾ വരുന്നുണ്ട്, P5. P5ൻ്റെ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 2 ആണ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ റെഡി ക്യൂവിലുള്ള പ്രോസസ്സുകളിൽ 2 പ്രോസസ്സുകളുടെ ബേഴ്സ് ടൈം 2 ആണ്, P3യുടെയും P5ൻ്റെയും. ഏറ്റവും ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ആയിട്ട് ഇപ്പോൾ റെഡി ക്യൂവിലുള്ള പ്രോസസ്സുകളിലേത്. അതിൽ ഫസ്റ്റ് പ്രോസസ്സ് ഏതാണ് വന്നതെങ്കിൽ അതായിരിക്കണം ഞാനിനി അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു യൂണിറ്റ് ഓഫ് ടൈമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഏത്? P3 ഞാൻ ഒരു യൂണിറ്റ് ഓഫ് ടൈം എക്സിക്യൂട്ട് ചെയ്തു. ബാക്കി ഇനി ഒരു യൂണിറ്റ് ഓഫ് ടൈമും കൂടി ഇനി ബാക്കി എക്സിക്യൂട്ട് ചെയ്താലേ P3 കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ആ സമയത്താണ് എനിക്ക് ആര് വന്നത്? P6 വന്നത്. P6ൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പൊ P3യും P6ഉം 1 ആണ്. P3 എന്ന് പറയുന്നത് നേരത്തെ തന്നെ റെഡി ക്യൂവിലുള്ളത് കൊണ്ട് ഞാൻ P3ക്കാണ് ഒന്നുകൂടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ 6ൽ ഞാൻ P3യുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആക്കുന്നു. ഇനി നെക്സ്റ്റ് എനിക്ക് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഉള്ളത് P6നാണ്. സോ P6 ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. P6ൻ്റെ എക്സിക്യൂഷൻ ഒരു യൂണിറ്റ് ടൈമിൽ തന്നെ കഴിയുന്നു. ദെൻ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം P1, P2, P5 ഇതിൽ ഏതിനാണ്? P5നാണ്. സോ P5 ആണ് നെക്സ്റ്റ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. P5ൻ്റെ എക്സിക്യൂഷൻ 2 യൂണിറ്റ്സ് ഓഫ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഷോർട്ടസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഏതാണ്? P2 ആണ് അല്ലേ. 4 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് വേണ്ടത്. സോ P2 എടുത്ത് എഴുതുന്നു. 4 യൂണിറ്റ്സ് ഓഫ് ടൈം എക്സിക്യൂഷൻ കഴിഞ്ഞാൽ P2 കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് റിമൈനിങ് ഈസ് P1. ബാക്കി 6 യൂണിറ്റ് ഓഫ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ P1ഉം കംപ്ലീറ്റ് ആവും അല്ലേ. ഇനി കംപ്ലീഷൻ ടൈം എടുത്ത് എഴുതാം നമുക്ക്. P1 എന്ന് പറയുന്നത് 19, P2 എന്ന് പറയുന്നത് 13, P5 എന്ന് പറയുന്നത് 9 ആയിരിക്കും. P6 7ൽ കഴിഞ്ഞു. ദെൻ P3 6ൽ കഴിഞ്ഞു. P4 4ൽ കഴിഞ്ഞു. ഓക്കെ, ഇനി ടേൺ അറൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാലോ. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം എന്ന് പറയുമ്പോൾ 19, 12, 4, 1, 5, 2 അല്ലേ. ഇനി വെയിറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം ആണ് വരിക, വിച്ച് ഈസ് 12, 7, 1, 0, 3, 1. ഇനി നമുക്ക് റെസ്പോൺസ് ടൈം. ഫസ്റ്റ് റെസ്പോൺസ് മൈനസ് അറൈവൽ ടൈം.
P1ന്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് 0ലാണ്. അറൈവൽ ടൈം 0 ആണ്. 0 - 0 = 0. ഇനി P2ന്റെ ഫസ്റ്റ് റെസ്പോൺസ് 1 - 1 = 0. P3 2 - 2 = 0. P4 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസ്പോൺസ് 3ലാണ്. സോ 3 - 3 = 0. ഇനി P5 ആണെങ്കിൽ ഫസ്റ്റ് റെസ്പോൺസ് എവിടെയാണ് വരുന്നത്? 7ലാണ് വരുന്നത് അല്ലേ? സോ 7 - 4 = 3 വരുന്നുണ്ട്. P6ന്റെ ഫസ്റ്റ് റെസ്പോൺസ് എവിടെയാണ് വരുന്നത്? 6ലാണ് വരുന്നത്. സോ 6 - 5 = 1. ഇത് പ്രീഎംപ്റ്റീവ് അപ്രോച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വെയിറ്റിംഗ് ടൈമും അതുപോലെ തന്നെ റെസ്പോൺസ് ടൈമും ഡിഫറെൻ്റ് ആണ്. നേരത്തെ നമ്മൾ നോൺ പ്രീഎംപ്റ്റീവ് അപ്രോച്ചിനകത്ത് കണ്ടിരുന്നു വെയിറ്റിംഗ് ടൈമും റെസ്പോൺസ് ടൈമും സെയിം ആയിരുന്നു. ഇനി നമുക്ക് SRTF തന്നെ ഫോളോ ചെയ്യുന്ന വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബേഴ്സ് ടൈം വരുന്നുണ്ട്, റെഡി ക്യൂ വരുന്നുണ്ട്. ഗാൻ ചാർട്ട് ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നത്. 0ൽ എനിക്ക് ഒരു പ്രോസസ്സും വന്നിട്ടില്ല, 1ൽ ഒന്നും വന്നിട്ടില്ല, 2ൽ ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ഏതാണ്? അതുവരെ എൻ്റെ CPU ഐഡിയലായിരിക്കും. 2ൽ എനിക്ക് വരുന്നത് P4 ആണ്. P4ന്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 8 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് വരുന്നത്. സോ P4 ഞാൻ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു തുടങ്ങി. 1 യൂണിറ്റ് ഓഫ് ടൈം എക്സിക്യൂട്ട് ചെയ്തു. 3ൽ എനിക്ക് ഏതെങ്കിലും പ്രോസസ്സ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഏതാണ്? P5 വരുന്നുണ്ട് അല്ലേ? അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 6 യൂണിറ്റ് ടൈം ആണ്. സോ P5 നെക്സ്റ്റ് ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. 1 യൂണിറ്റ് ഓഫ് ടൈം എക്സിക്യൂട്ട് ചെയ്തു. ദെൻ റിമൈനിങ് ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 5 ആയിരിക്കും. 4 വരെയുള്ളതിൽ ഏതെങ്കിലും പ്രോസസ്സുകൾ വന്നിട്ടുണ്ടോ? 2 പ്രോസസ്സുകൾ വന്നിട്ടുണ്ട്. P1 വന്നിട്ടുണ്ട്, അതുപോലെ P6ഉം വന്നിട്ടുണ്ട്. P1ന്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 3ഉം P6ന്റെ 7ഉം ആണ്. ഇനി ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം വരുന്നത് ഏത് പ്രോസസ്സിനാണ്? P1നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ P1 1 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണേ. ദെൻ റിമൈനിങ് 2 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് വേണ്ടത് എനിക്ക് P1ന്. ഇനി 5 ആകുമ്പോഴേക്ക് വേറെ ഏതെങ്കിലും പ്രോസസ്സ് വന്നിട്ടുണ്ടോ? ഇത് രണ്ടും നമ്മൾ നോട്ട് ചെയ്തായിരുന്നു അല്ലേ? ഇനി 5 ആകുമ്പോഴേക്ക് എനിക്ക് P2 വരുന്നുണ്ട് അല്ലേ? സോ P2 ഞാൻ റെഡി ക്യൂവിലേക്ക് പുട്ട് ചെയ്തു. അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ഓഫ് ടൈം ആണ്. അപ്പം ഞാൻ P1ന്റെ എക്സിക്യൂഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ റെഡി ക്യൂവിലുള്ളതിൽ P2 ആണ്. സോ ഞാൻ P2 എന്ത് ചെയ്യാണ്? കംപ്ലീറ്റ് ചെയ്യാണ്. 1 യൂണിറ്റ് ഓഫ് ടൈമേ അതിന് വേണ്ടു. സോ 6ൽ വെച്ചിട്ട് P2ന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവും അല്ലേ? P2 കഴിഞ്ഞു. ഇനി 6 ആവുമ്പോഴേക്കാണ് എനിക്ക് ആര് വരുന്നത്? P3 റെഡി ക്യൂവിലേക്ക് വരുന്നത്. സോ P3 ഞാൻ അതിനകത്തേക്ക് ഇട്ടു. അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഞാൻ നോക്കുമ്പോൾ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം ഏത് പ്രോസസ്സിനാണ് വരുന്നത്? P1നും P3ക്കും രണ്ടിൻ്റെതും ഈക്വൽ ആണ്. 2 യൂണിറ്റ്സ് ഓഫ് ടൈം എക്സിക്യൂഷൻ വേണം. പക്ഷേ ഇങ്ങനെ സെയിം വാല്യൂസ് വരുന്ന കേസസിൽ നമ്മൾ ആദ്യം റെഡി ക്യൂവിൽ വന്നിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. നമ്മുടെ കേസിൽ ഇവിടെ P1 ആണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ P1 ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. ദെൻ 2 യൂണിറ്റ്സ് ഓഫ് ടൈം ആണ് വരുന്നത്. P1ന്റെ എക്സിക്യൂഷൻ അങ്ങനെ അങ്ങ് കംപ്ലീറ്റ് ആക്കി. ദെൻ ഇനി ആരാണ് വരുന്നത്? ഇനി നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം എന്ന് പറയുന്നത് P3യുടെ അല്ലേ? സോ P3 ഞാൻ എന്ത് ചെയ്തു? അങ്ങ് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ 2 യൂണിറ്റ്സ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ 10ൽ P3 കഴിഞ്ഞു. ദെൻ റിമൈനിങ് ആരാണ്? P4, P5, P6. അതിൽ P5 ആണ് നെക്സ്റ്റ് ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആക്കി. ദെൻ P5 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് P4ഉം P6ഉം സെയിം യൂണിറ്റ്സ് ഓഫ് ടൈം ആണ്, സെയിം ആണ്. അതിൽ P4 ആണ് ഞാൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ 22 ആവുമ്പോഴേക്ക് P4 കഴിയും. ദെൻ റിമൈനിങ് P6 മാത്രമേ ഉള്ളൂ. അത് എത്രയാണ്? 7 തന്നെയല്ലേ വരുന്നത്. സോ 29 ആവുമ്പോഴേക്ക് P6 കഴിയും. ഇനി കംപ്ലീഷൻ ടൈം നമുക്ക് റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് അങ്ങ് എടുത്ത് എഴുതാവേ. സോ P6 29ൽ കഴിയുന്നു, P4 22ൽ കഴിയുന്നു, P5 15ൽ കഴിയുന്നു, P3 10ൽ കഴിയുന്നു, P1 8ൽ കഴിയുന്നു, P2 6ൽ കഴിയുന്നു. നേരത്തെ തന്നെ നമ്മൾ എഴുതിയിരുന്നു. ഇനി ടേൺ അറൗണ്ട് ടൈം കണ്ടുകൂടെ നമുക്ക്? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. സോ 4 1 4 20 then 12
then 25 അല്ലേ? ഇനി വെയിറ്റിംഗ് ടൈം ആണെങ്കിലോ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം അല്ലേ വരുന്നത്. സോ 4 minus 3 1 0 2 12 6 18. ഓക്കെ, ഇനി ഇതിൻ്റെ റെസ്പോൺസ് ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റെസ്പോൺസ് മൈനസ് അറൈവൽ ടൈം ആണ് അല്ലേ? ഫസ്റ്റ് റെസ്പോൺസ് P4ൻ്റെ 2-ലാണ് വരുന്നത്. 2 minus 2 is equal to 0. P5 എന്ന് പറയുമ്പോൾ 3-ലാണ് വരുന്നത്. 3 minus 3 equal to 0. Then P1 4-ലാണ് വരുന്നത്. 4 minus 4 equal to 0. P2 5-ലാണ് വരുന്നത്. 5 minus 5 equal to 0. Then P3യുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് 8-ലാണ് വരുന്നത്. 8 minus 6 is equal to 2 വന്നു. ദെൻ P5 എന്ന് നമ്മൾ കണ്ടതാണ്. ഇനി P6 അല്ലേ? P6 നമുക്ക് വരുന്നത് 22-ലാണ്. സോ 22 മൈനസ് അറൈവൽ ടൈം എത്രയാണ്? 4 അല്ലേ? സോ 18. ഇതൊന്ന് നമുക്ക് ആവറേജും മറ്റും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു പോയിന്റ് ഇവിടെ എടുത്തു പറയാണ്. SJF പ്രിഎംപ്റ്റീവ് വേർഷനിൽ, അതായത് SRTFിനകത്തെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് നോൺ പ്രിഎംപ്റ്റീവ് വേർഷൻ ഉണ്ടല്ലോ SJFിൻ്റെ, അതിനേക്കാൾ ഫാസ്റ്റർ ആയിരിക്കും റെസ്പോൺസ് ടൈം. കുറച്ചും കൂടെ ഫാസ്റ്റർ റെസ്പോൺസ് ആയിരിക്കും SRTFിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ആണ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്. 2 ടൈപ്പ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണുള്ളത്, പ്രിഎംപ്റ്റീവും നോൺ പ്രിഎംപ്റ്റീവും. ഓക്കെ, അതായത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള പ്രോസസ്സിനായിരിക്കും CPU അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈക്വൽ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സസ് വരികയാണെങ്കിൽ അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ഓർഡറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിനകത്ത് ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, ഹയസ്റ്റ് നമ്പർ ആയിരിക്കും ഹയർ പ്രയോറിറ്റീനെ കാണിക്കുന്നത്. ഓക്കെ, ലോവർ നമ്പർ ലോവർ പ്രയോറിറ്റീനെ ആയിരിക്കും കാണിക്കുക, അൺലെസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, അല്ലാത്ത കേസിൽ ഹയസ്റ്റ് പ്രയോറിറ്റി, ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഹയർ പ്രയോറിറ്റിയെയും ലോവർ പ്രയോറിറ്റീനെ ലോവർ നമ്പർ വഴിയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോസസ്സ് 3 പ്രോസസ്സ് തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും പ്രയോറിറ്റി തന്നിട്ടുണ്ട് 10 9 8. സോ 10 ഇതായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി സിൻസ് ദിസ് ഇസ് ദ ഹയസ്റ്റ് നമ്പർ. CPU ടൈം തന്നിട്ടുണ്ട്. CPU ടൈം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബേഴ്സ്റ്റ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. അറൈവൽ ടൈം ആണ് തന്നിട്ടുള്ളത്, അത് സെക്കൻഡ്സിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 5 3 0 എന്ന് എടുത്താലും കുഴപ്പമില്ല. 5th സെക്കൻഡ്, 3rd സെക്കൻഡ്, 0th സെക്കൻഡിലാണ് അറൈവൽ വരുന്നത്. സോ 0th സെക്കൻഡിൽ നമുക്ക് ഏതാണ് വന്നിട്ടുള്ളത്? പ്രോസസ് 3 വന്നിട്ടുണ്ട്. അതിന് പ്രയോറിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. പ്രയോറിറ്റി 8 ആണ്. ബേഴ്സ്റ്റ് ടൈം എന്ന് പറയുന്നത് 15 സെക്കൻഡ്സ് ആണ് വരുന്നത്. സപ്പോസ് നോൺ പ്രിഎംപ്റ്റീവ് നമ്മൾ ഇതിൽ പറയുന്നില്ല. നോൺ പ്രിഎംപ്റ്റീവ് നമുക്ക് ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രിഎംപ്റ്റീവ് ആണെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇത് P3 സ്റ്റാർട്ട് ചെയ്ത് ഒരു 3rd സെക്കൻഡ് വരെ എന്ത് ചെയ്തു? P3 എക്സിക്യൂട്ട് ചെയ്തു. 3rd സെക്കൻഡ് വരെ എന്ന് പറയുമ്പോൾ 12 സെക്കൻഡ്സും കൂടിയാണ് ഇനി ബേഴ്സ്റ്റ് ടൈം റിമൈനിങ് ആയിട്ടുള്ളത്. അന്നേരം പ്രയോറിറ്റി 9 ആയിട്ടുള്ള 10 സെക്കൻഡ്സ് ബേഴ്സ്റ്റ് ടൈം വരുന്ന P2 റെഡി ക്യൂവിലേക്ക് വരികയാണ്. അപ്പം എന്തായാലും ഹയസ്റ്റ് പ്രയോറിറ്റി ഇതിനായതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ഫർദർ P2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതെന്ത് ചെയ്തു? 2 യൂണിറ്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് 5 സെക്കൻഡ് വരെ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്തു. സോ ഇനി 8 സെക്കൻഡ്സും കൂടെ ഇതിൻ്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് നമുക്ക് വേണം. അന്നേരമാണ് 5 സെക്കൻഡ്സ് ആയ നേരത്താണ് P1 വരുന്നത്. P1ൻ്റെ പ്രയോറിറ്റി 10 ആണ്, വിച്ച് ഇസ് ഹയസ്റ്റ് പ്രയോറിറ്റി. അതിൻ്റെ ഫസ്റ്റ് ടൈം 20 സെക്കൻഡ്സ് ആണ്. സിൻസ് ദിസ് ഹാസ് ദ ഹയസ്റ്റ് പ്രയോറിറ്റി, P1 വിൽ ബി കംപ്ലീറ്റഡ് ഫസ്റ്റ്. ബേഴ്സ്റ്റ് ടൈം 20 സെക്കൻഡ്സ് ആണ്. സോ 25th സെക്കൻഡിലായിരിക്കും P1ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത്. P1 കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഹയർ പ്രയോറിറ്റി എന്ന് പറയുന്നത് P2വിനാണ്. സോ P2ൻ്റെ റിമൈനിങ് എക്സിക്യൂഷൻ നടക്കും.
വിച്ച് വിൽ എൻഡ് അറ്റ് 33, കാരണം ഇനി 8 സെക്കൻഡ്സും കൂടിയാണ് ബേസ്റ്റ് ടൈം ഉള്ളത്. അങ്ങനെ P2 കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏത് ചെയ്യാം, P3 ചെയ്യാം. P3 എന്ന് പറയുമ്പോൾ 12 സെക്കൻഡ്സും കൂടിയാണ് വേണ്ടത്. സോ 45 അല്ലേ വരാം? യെസ്, P3 45th സെക്കൻഡിലായിരിക്കും കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കംപ്ലീഷൻ ടൈമും TATയും അതുപോലെ തന്നെ വെയിറ്റിംഗ് ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തൂടെ? മറ്റ് ഷെഡ്യൂളിംഗ് അൽഗരിതംസിൽ ചെയ്ത പോലെ തന്നെ ഇതിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്, RR എന്ന് പറഞ്ഞാൽ റൗണ്ട് റോബിൻ എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊരു പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ് കേട്ടോ. അതായത് റെഡി ക്യൂവിനകത്തുള്ള എല്ലാ പ്രോസസ്സുകൾക്കും ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് CPU ടൈം നമ്മൾ എന്ത് ചെയ്യും, അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ടൈം ക്വാണ്ടം ഇതിനെല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ടൈം ക്വാണ്ടത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ടൈം ക്വാണ്ടത്തിന് കൂടുന്നതിനനുസരിച്ച് വളരെയധികം കൂടുതലാണെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് എന്ന ഓർഡറിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണെങ്കിൽ സെലക്ട് ചെയ്യുന്ന ടൈം ക്വാണ്ടം എന്ത് ചെയ്യാൻ പാടില്ല, കൂടാനോ കുറയാനോ പാടില്ല. ഓക്കെ, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം RR ഷെഡ്യൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന്റെ ടൈം ക്വാണ്ടം എന്ന് പറയുന്നത് ഒരു 10 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഓരോ പ്രോസസ്സിനും 10 യൂണിറ്റ്സ് ഓഫ് ടൈം വീതമായിരിക്കും CPU ടൈം അലോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ആദ്യം തന്നെ P1ന് ഫസ്റ്റ് 10 സെക്കൻഡ്സ് കൊടുത്തെന്ന് വിചാരിക്കുക. 10 യൂണിറ്റ്സ് ഓഫ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ P1ന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവും. ദെൻ P2ന് നമ്മൾ നെക്സ്റ്റ് 10 കൊടുത്തു കഴിഞ്ഞിട്ട് വെച്ചാൽ P2ല് ഇനി ബാക്കി എത്ര ബാക്കി ഉണ്ടാവും, 1 ബാക്കി ഉണ്ടാവും. നെക്സ്റ്റ് P3ക്ക് കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു, 30ല് P3ലെ ഫസ്റ്റ് 10 കഴിയും. ദെൻ P2ന്റെ ഒരു 1 റിമൈനിങ് ഇല്ലേ, അതങ്ങ് തീർക്കും. ദെൻ P3യുടെ 2 റിമൈനിങ് ഉണ്ട്, അതങ്ങ് തീർക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. സപ്പോസ് ഇവിടെ ടൈം ക്വാണ്ടം ഈസ് ഈക്വൽ ടു 10 ആണെന്ന് വിചാരിക്കാം. സോ ആദ്യം തന്നെ P1 ആയിരിക്കും. 0 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ 10 വരെ P1 കംപ്ലീറ്റ് ആയി. ദെൻ P2 ടൈം ക്വാണ്ടത്തിനൊക്കെ കുറച്ച് സമയം ബേസ്റ്റ് ടൈം വരുന്നുള്ളൂ. സോ 19 ആവുമ്പോഴേക്കും P2 കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് 27 ആവുമ്പോഴേക്കും P3 കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മൾ നോക്കുമ്പോൾ ടൈം ക്വാണ്ടം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദിസ് ആക്ട് ആസ് എ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് ഷെഡ്യൂളിംഗ് അൽഗരിതം അല്ലേ. ഇനി സപ്പോസ് ടൈം ക്വാണ്ടം 1 ആണെന്ന് വിചാരിക്കാം. 1 ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? ആദ്യം തന്നെ പ്രോസസ് 1 0 സ്റ്റാർട്ട് ചെയ്തു, 1 വെച്ചിട്ട് പ്രോസസ് 1 നിർത്തി. ബാക്കി ബേസ്റ്റ് ടൈം 9. ദെൻ P2നകത്ത് എന്ത് ചെയ്തു, ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു, ബാക്കി 8. ദെൻ P3 ഒരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു, അപ്പം ബാക്കി 7. ദെൻ P1നായിരിക്കും അലോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതൊരു യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു, 8. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ടു മെനി കോണ്ടാക്ട് സ്വിച്ചസ് വരും. ഇത് ജസ്റ്റ് ടൈം ക്വാണ്ടം കൂടിയാലും അതുപോലെ കുറഞ്ഞു പോയാലും ഉള്ള എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ടൈം ക്വാണ്ടം ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കോണ്ടാക്ട് സ്വിച്ചസ് ടു മെനി ആയിത്തീരും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. സേ ഇതിലെ ടൈം ക്വാണ്ടം 5 ആണെന്ന് വിചാരിക്കാം. 3 പ്രോസസ്സുകളും അറൈവൽ ടൈം 0 ആണ് വരുന്നത്. സോ P1ന് ഫസ്റ്റ് 5 യൂണിറ്റ്സ് ഓഫ് ടൈം കൊടുത്തു, റിമൈനിങ് 5. P2ന് അതിൻ്റെ ഫസ്റ്റ് 5 യൂണിറ്റ്സ് കൊടുത്തു, 4 യൂണിറ്റ്സ് റിമൈനിങ്. നൗ P3ക്ക് കൊടുത്തു, ദെൻ 3 യൂണിറ്റ്സ് റിമൈനിങ്. ദെൻ അഗെയിൻ P1ന് കൊടുക്കുന്നു, P1 കംപ്ലീറ്റ് ചെയ്യുന്നു. P2ന് കൊടുക്കുന്നു, P2 കംപ്ലീറ്റ് ചെയ്യുന്നു. P3ക്ക് കൊടുക്കുന്നു, P3 കംപ്ലീറ്റ് ചെയ്യുന്നു. ജസ്റ്റ് കംപ്ലീഷൻ ടൈമും മറ്റും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതുന്നത്. P3 27 കഴിഞ്ഞു, P2 24 കഴിഞ്ഞു, P1 20 കഴിഞ്ഞു അല്ലേ. ഇനി ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം 20, 24, 27. വെയിറ്റിംഗ് ടൈം നോക്കാം. ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ് വരുന്നത്. സോ 10.
ഇനി റെസ്പോൺസ് ടൈം നോക്കാം. ഫസ്റ്റ് റെസ്പോൺസ് ടൈം മൈനസ് അറൈവൽ ടൈം ഇസ് ഈക്വൽ ടു 0. ദെൻ ഫസ്റ്റ് റെസ്പോൺസ് ടൈം 5 മൈനസ് അറൈവൽ ടൈം 0, 5. ദെൻ ഫസ്റ്റ് റെസ്പോൺസ് ടൈം 10 വരിക അല്ലേ. മൈനസ് 0 ഇസ് ഈക്വൽ ടു 10. ഓക്കെ, നമുക്കിതിൽ വേണമെങ്കിൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈമോ ആവറേജ് വെയിറ്റിംഗ് ടൈമോ അല്ലെങ്കിൽ ആവറേജ് റെസ്പോൺസ് ടൈമോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വന്നേക്കാം. അത് നമുക്ക് ഈസിലി ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. CPU ഷെഡ്യൂളിംഗ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടന്റിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.